കോഴിക്കോട് സോന എന്ന 27-കാരിയുടെ മരണം അത് നാടിനെ ആകെ നടുക്കിയ സംഭവമാണ്. പ്രത്യേകിച്ച് അവർ 7 മാസം ഗർഭിണിയുമായിരുന്നു. അവരുടെ ഭർത്താവ് റിജിൻ വിദേശത്തായിരുന്നു. ഇവർ തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു. സോഷ്യൽ മീഡിയ സൗഹൃദം പ്രണയത്തിലേക്ക് നയിക്കുകയും പിന്നീട് അത് വിവാഹത്തിലെത്തുകയുമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും. പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. നല്ല രീതിയിൽ ഭക്ഷണം പോലും ലഭിച്ചിരുന്നില്ല എന്ന പരിഭവമുണ്ട്. അതുകൊണ്ട് മകൾ സ്വന്തം വീട്ടിലാണ് നിന്നത് എന്ന കാര്യവും നമ്മൾ ഓർത്തു വെക്കണം, ആലോചിച്ചു വെക്കണം. അടുത്ത മറ്റൊരു കാര്യം, ഈ സംഭവം നടന്ന ദിവസം ഈ പെൺകുട്ടി ഉച്ചയ്ക്ക് 12:30 മുതൽ ഏകദേശം രാത്രി 7:30 വരെയും ഒരു ബന്ധുവീട്ടിലായിരുന്നു. ഇതിനിടയ്ക്ക് ബന്ധുവീട്ടിലെ കുട്ടിയോടൊപ്പം ഈ യുവതി പർച്ചേസ് നടത്താൻ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നതിനിടയിൽ ബന്ധുവീട്ടിലെ കുട്ടി ചില ഫാൻസി സാധനങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ ഒരു കടയിൽ കയറുമ്പോൾ കുറച്ചു സമയം ഈ യുവതി മിസ്സിംഗ് ആയിരുന്നു. എവിടെയാണ് എന്ന് അറിയുകയുമില്ല. അതിനുശേഷമാണ് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും ഇവർ പെട്രോള് വാങ്ങുന്ന വിവരം അല്ലെങ്കിൽ വാങ്ങി മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത് വരുന്നതും. ഇയാൾ നൽകിയ മൊഴിയനുസരിച്ചാണെങ്കിൽ ഇയാൾ കാറിനകത്ത് പെട്രോളിന്റെ മണമുണ്ട് എന്ന് ഭാര്യയോട് പറഞ്ഞ് വീണ്ടും മുന്നിലേക്ക് നോക്കുന്നതിനിടയിലാണ് ഈ തീ ആളിക്കത്തുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. അപ്പൊ പിന്നിൽ നിന്നാണ് തീ കത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.